PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുന്ന CSEB എക്സാമുകൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുമ്പ് ചോദിച്ചിട്ടുള്ള കുറച്ച് ബാങ്കിങ് ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. 25/3/2025 വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഏപ്രിൽ 30 വരെയായിരുന്നു ആപ്ലിക്കേഷൻ കൊടുക്കാമായിരുന്നത്. എന്നാൽ അത് മെയ് 10 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർക്ക് മെയ് 10 വരെ അപ്ലൈ ചെയ്യാൻ കഴിയും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ലീഗൽ ഫ്രെയിംവർക്ക് ഗവേൺസ് ആൻറ്റി മണി ലോണ്ടറിംഗ് എഫേർട്സ് ഇൻ ഇന്ത്യ? വിച്ച് ലീഗൽ ഫ്രെയിംവർക്ക് ഗവേൺസ് ആൻറ്റി മണി ലോണ്ടറിംഗ് എഫേർട്സ് ഇൻ ഇന്ത്യ? അതായത് ആൻറ്റി മണി ലോണ്ടറിംഗ്, കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് കള്ളപ്പണം വെളുപ്പിക്കുന്നത് തടയുന്നതിനുള്ള നിയമം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് 1999, ദ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് 2002, ദ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949, പേയ്മെൻറ്റ്സ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റംസ് ആക്ട് 2007. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ ബി, ദ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് 2002. 2002 PML ആക്റ്റാണ് ആൻറ്റി മണി ലോണ്ടറിംഗ് എഫേർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമം. അടുത്ത ചോദ്യം, ഹൂ ഹാസ് ദ അതോറിറ്റി ടു കൺഫേം ഓൾട്ടറേഷൻസ് മെയ്ഡ് ടു എ ചെക്ക് ഇൻ എ ജോയിൻ്റ്ലി ഓപ്പറേറ്റഡ് അക്കൗണ്ട്? ഹൂ ഹാസ് ദ അതോറിറ്റി ടു കൺഫേം ഓൾട്ടറേഷൻസ് മെയ്ഡ് ടു എ ചെക്ക് ഇൻ എ ജോയിൻ്റ്ലി ഓപ്പറേറ്റഡ് അക്കൗണ്ട്? ഓപ്ഷൻസ്: an attorney appointed by the account holders, any of the account holders individually, all account holders must jointly confirm, only the person who signed the check. എന്താണ് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്? ജോയിൻ്റ്ലി ഓപ്പറേറ്റഡ് അക്കൗണ്ടിൽ നിന്നും കൊടുത്തിട്ടുള്ള ഒരു ചെക്കിൽ വരുത്തിയ മാറ്റം, ഓൾട്ടറേഷൻസ് കൺഫേം ചെയ്യുന്നത് ആരാണ് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ an attorney appointed by the account holders. അക്കൗണ്ട് ഹോൾഡേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അറ്റോർണി. എനി ഓഫ് ദ അക്കൗണ്ട് ഹോൾഡേഴ്സ് ഇൻഡിവിജ്വലി, അക്കൗണ്ട് ഹോൾഡറിൽമാരിൽ ആരെങ്കിലും ഒരാൾ. ആൻ അക്കൗണ്ട് ഹോൾഡേഴ്സ് മസ്റ്റ് ജോയിൻലി കൺഫേം, ഓൾ അക്കൗണ്ട് ഹോൾഡേഴ്സ് മസ്റ്റ് ജോയിൻലി കൺഫേം, എല്ലാ അക്കൗണ്ട് ഹോൾഡേഴ്സും ജോയിൻ്റ് ആയിട്ട് കൺഫേം ചെയ്യണം. ഓൺലി ദ പേഴ്സൺ ഹൂ സൈൻഡ് ദ ചെക്ക്, ചെക്കിൽ സൈൻ ചെയ്ത ആൾ മാത്രമാണ് കൺഫേം ചെയ്യേണ്ടത്. ഏതാണ് ശരി ഉത്തരം? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓൾ അക്കൗണ്ട് ഹോൾഡേഴ്സ് മസ്റ്റ് ജോയിൻലി കൺഫേം. ജോയിൻ്റ്ലി ഓപ്പറേറ്റഡ് അക്കൗണ്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള ചെക്കിൽ വരുത്തിയ മാറ്റം കൺഫേം ചെയ്യേണ്ടത് എല്ലാ അക്കൗണ്ട് ഹോൾഡേഴ്സുമാണ്. എല്ലാ അക്കൗണ്ട് ഹോൾഡേഴ്സും അത് കൺഫേം ചെയ്യണം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആക്ഷൻസ് ഓഫ് എ മൈനർ ഈസ് നോട്ട് കറക്റ്റ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ആക്ഷൻസ് ഓഫ് എ മൈനർ ഈസ് നോട്ട് കറക്റ്റ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് മൈനറുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത കാര്യം? ഒന്നാമത്തെ ഓപ്ഷൻ, മൈനർ ക്യാൻ നോമിനേറ്റ്, മൈനർക്ക് ആരെങ്കിലും നോമിനേറ്റ് ചെയ്യാം. മൈനർ ക്യാൻ ഡ്രോ എ ചെക്ക്, മൈനർക്ക് ഒരു ചെക്ക് ഡ്രോ ചെയ്യാം. മൈനർ ക്യാൻ ബി എ നോമിനി, മൈനർക്ക് നോമിനി ആവാം. മൈനർ ക്യാൻ എൻഡോസ് എ ചെക്ക്, മൈനർക്ക് ചെക്ക് എൻഡോസ് ചെയ്യാൻ കഴിയും. ഈ 4 പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്, ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. മൈനർ ക്യാൻ നോമിനേറ്റ്, മൈനർക്ക് നോമിനി ആവാം, പക്ഷേ മൈനർക്ക് മറ്റൊരാളെ നോമിനേറ്റ് ചെയ്യാൻ കഴിയില്ല. മൈനർക്ക് ചെക്ക് ഡ്രോ ചെയ്യാം, ചെക്ക് എൻഡോസ് ചെയ്യാം, പക്ഷേ മൈനറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഒന്നിനും മൈനർ ലയബിൾ അല്ല. പക്ഷേ മൈനർക്ക് ചെക്ക് ഡ്രോ ചെയ്യാനും ചെക്ക് എൻഡോസ് ചെയ്യാനും നോമിനി ആവാനും ഒക്കെ കഴിയും. ആസ് പെർ ദ ലേറ്റസ്റ്റ് ഗൈഡ് ലൈൻസ്, എ സേവിങ്സ് or a current account is classified as inoperative or dormant if there are no transactions in the account for over a period of -years. As per the latest guidelines, a savings or a current account is classified as inoperative or dormant if there are no transactions in the account for over a period of -years. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഒരു അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ടോ കറണ്ട് അക്കൗണ്ടോ ഏത് അക്കൗണ്ട് ആയാലും ഇനോപ്പറേറ്റീവ് അല്ലെങ്കിൽ ഡോർമെൻ്റ് എന്ന് പറയണമെങ്കിൽ എത്ര വർഷം ആ അക്കൗണ്ടിൽ ഒരു ട്രാൻസാക്ഷനും ഉണ്ടാവരുത്. അതായത് ഒരു അക്കൗണ്ട് ഒരു വർഷത്തിനുള്ളിൽ
ഒരു ട്രാൻസാക്ഷനും ഇല്ല എങ്കിൽ ആ അക്കൗണ്ടിനെ ഇനാക്റ്റീവ് അക്കൗണ്ട് എന്ന് പറയും. 2 വർഷത്തേക്ക് ഒരു ട്രാൻസാക്ഷനും ഇല്ല എങ്കിൽ ഇനോപ്പറേറ്റീവ് ഓർ ഡോർമെൻറ്റ് എന്ന് പറയും. 10 വർഷത്തേക്ക് ഒരു അക്കൗണ്ടിൽ ഒരു ട്രാൻസാക്ഷനും നടന്നിട്ടില്ല എങ്കിൽ ആ അക്കൗണ്ടിനെ അൺക്ലെയിംഡ് അക്കൗണ്ട് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 2 ഇയേഴ്സ്. 2 വർഷത്തേക്ക് ഒരു അക്കൗണ്ടിൽ ഒരു ട്രാൻസാക്ഷനും വരുന്നില്ല എങ്കിൽ ആ അക്കൗണ്ട് പിന്നീട് ഇനോപ്പറേറ്റീവ് ഓർ ഡോർമെൻറ്റ് അക്കൗണ്ട് എന്ന് അറിയപ്പെടും. അണ്ടർ വിച്ച് സർക്കംസ്റ്റാൻസസ് ഡു എ മൈനർ ഹാവ് ദ എബിലിറ്റി ടു എൻഡോസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്? Under which circumstances do a minor have the ability to endorse a negotiable instrument? Options: a minor can endorse but he or she is not liable. Option B: a minor cannot endorse at all. Option C: a minor can endorse only to transfer ownership. Option D: only if a guardian co-signs the endorsement. ഇതിലേതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഓപ്ഷൻ എ ആണ് ഉത്തരം. എ മൈനർ ക്യാൻ എൻഡോസ് ബട്ട് ഹി ഓർ ഷീ ഈസ് നോട്ട് ലയബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, മൈനർക്ക് ചെക്ക് കൊടുക്കാൻ കഴിയും, എൻഡോസ് ചെയ്യാനും കഴിയും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിഷയം വന്നിട്ടുണ്ടെങ്കിൽ മൈനർ ലയബിൾ അല്ല, മൈനർക്ക് അതിലൊരു ഉത്തരവാദിത്വം ഇല്ല. അടുത്ത ചോദ്യം, എ ചെക്ക് ഈസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് ഡാഷ് ആക്ട്. എ ചെക്ക് ഈസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് ഡാഷ് ആക്ട്. ഓപ്ഷൻസ്: Section 6 of RBI Act, Section 6 of Banking Regulation Act, Section 6 of Negotiable Instrument Act, Section 6 of Indian Contract Act. ചെക്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഏത് ആക്ടിൻ്റെ ഏത് സെക്ഷനിലാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി, സെക്ഷൻ 6 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട്. NI ആക്ടിൻ്റെ 6ാമത്തെ സെക്ഷനിലാണ് ചെക്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, സെക്ഷൻ 4 പ്രൊമിസറി നോട്ട്, 5 ബിൽ ഓഫ് എക്സ്ചേഞ്ച്, 6 ചെക്ക്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ടിൻ്റെ 6ാമത്തെ സെക്ഷനിലാണ് ചെക്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തത്, ബാങ്കേഴ്സ് ലീൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഓർഡിനറി ലീൻ ആസ് ഇറ്റ് ഈസ് എ. ബാങ്കേഴ്സ് ലീൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഓർഡിനറി ലീൻ ആസ് ഇറ്റ് ഈസ് എ ജനറൽ ലീൻ, ഇംപ്ലൈഡ് പ്ലെഡ്ജ്. എ ആൻഡ് ബി ആർ കറക്റ്റ്, നൺ ഓഫ് ദ എബവ്. ബാങ്കേഴ്സ് ലീൻ എന്ന് പറയുന്നത് ജനറൽ ലീനും ആണ്, അതുപോലെ ഇംപ്ലൈഡ് പ്ലെഡ്ജും ആണ്. ജനറൽ ലീനിനെ തന്നെയാണ് ഇംപ്ലൈഡ് പ്ലെഡ്ജ് എന്ന് പറയുന്നത്. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, എ ആൻഡ് ബി ആർ കറക്റ്റ്. ബാങ്കേഴ്സ് ലീൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഓർഡിനറി ലീൻ ആസ് ഇറ്റ് ഈസ് എ ജനറൽ ലീൻ ആൻഡ് ഇംപ്ലൈഡ് പ്ലെഡ്ജ്. An account will be classified as unclaimed account in case there is no operation in the account for a period of dash years. An account will be classified as unclaimed account in case there is no operations in the account for a period of dash years. Options: 5 years, 8 years, 10 years, none of the above. ഏതാണ് ഉത്തരം? നേരത്തെ പറഞ്ഞതാണ്, ഓപ്ഷൻ സി ആണ് ഉത്തരം, 10 years. അതായത് 1 വർഷം വരെ ഒരു ട്രാൻസാക്ഷനും ഒരു അക്കൗണ്ടിൽ നടക്കുന്നില്ലെങ്കിൽ ഇനാക്റ്റീവ് അക്കൗണ്ട് എന്നതറിയപ്പെടും. 2 വർഷം വരെ ഒരു ട്രാൻസാക്ഷനും ഇല്ലെങ്കിൽ ഇനോപ്പറേറ്റീവ് അല്ലെങ്കിൽ ഡോർമെൻറ്റ് അക്കൗണ്ട് എന്നറിയപ്പെടും. 10 വർഷത്തേക്ക് ഒരു ട്രാൻസാക്ഷനും നടക്കുന്നില്ലെങ്കിൽ അത് അൺക്ലെയിംഡ് അക്കൗണ്ട് ആയിട്ട് മാറും. അടുത്ത ചോദ്യം, ഫുൾ ഫോം ഓഫ് PMFBY ഈസ്. ഫുൾ ഫോം ഓഫ് PMFBY ഈസ്. ഓപ്ഷൻസ്: പ്രധാൻ മന്ത്രി ഫസൽ ബീമ യോജന, പ്രധാൻ മന്ത്രി ഫെർട്ടിലൈസേഴ്സ് സബ്സിഡി യോജന, പ്രയോറിറ്റി മാർക്കറ്റ് ഫെർട്ടിലൈസർ ബീമ യോജന, നൺ ഓഫ് ദീസ്. ഏതാണ് ഉത്തരം? ഇത് വേറെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, പ്രധാൻ മന്ത്രി ഫസൽ ബീമ യോജന. PMFBY ഈസ് പ്രധാൻ മന്ത്രി ഫസൽ ബീമ യോജന. The branch name of the issuer bank is not mentioned in a credit card. Such a card is called. The branch name of the issuer bank is not mentioned in a credit card. Such a card is called. Options: co-branded card, white label card, counterfeit card, hot card. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ എ, co-branded card. ഇഷ്യൂവർ ബാങ്കിൻ്റെ ബ്രാൻഡ് നെയിം ക്രെഡിറ്റ് കാർഡിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അത്തരം കാർഡുകളെ കോ ബ്രാൻഡഡ് കാർഡ് എന്നാണ് പറയുന്നത്.
വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എലിജിബിൾ ഫോർ ക്ലാസിഫിക്കേഷൻ അണ്ടർ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എലിജിബിൾ ഫോർ ക്ലാസിഫിക്കേഷൻ അണ്ടർ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്? ഓപ്ഷൻസ്: ലോൺസ് ടു ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ്, ലോൺസ് ടു റീജിയണൽ റൂറൽ ബാങ്ക്സ്, ലോൺസ് ടു മൈക്രോ എൻ്റർപ്രൈസസ്, ലോൺസ് ഫോർ അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ. പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ലോൺസ് ടു റീജിയണൽ റൂറൽ ബാങ്ക്സ്. റീജിയണൽ റൂറൽ ബാങ്ക്സിന് കൊടുക്കുന്ന ലോൺസ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിൽ ഉൾപ്പെടുന്നില്ല. ബാക്കി ലോൺസ് ടു ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ്, ലോൺസ് ടു മൈക്രോ എൻ്റർപ്രൈസസ്, ലോൺസ് ഫോർ അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ, ലോൺസ് ഫോർ എഡ്യൂക്കേഷൻ, ഹൗസിംഗ്, എക്സ്പോർട്ട്, ഇതെല്ലാം എന്താണ്? പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിൽ ഉൾപ്പെടുന്നതാണ്. Spend now and pay later is a principle adopted in. Spend now and pay later is a principle adopted in. Options: debit card, smart card, credit card, charge card. Spend now and pay later ഈ ഒരു പ്രിൻസിപ്പിൾ ഏത് ടൈപ്പ് കാർഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി, ക്രെഡിറ്റ് കാർഡ്. അടുത്ത ചോദ്യം: ഇൻ എ ടി എം പിൻ ദ ലെറ്റർ പി സ്റ്റാൻഡ്സ് ഫോർ. ഇൻ എ ടി എം പിൻ ദ ലെറ്റർ പി സ്റ്റാൻഡ്സ് ഫോർ. ഓപ്ഷൻസ്: പെർമനൻറ്റ്, പേഴ്സണൽ, പ്രോമിനൻറ്റ്, പബ്ലിക്. എ ടി എം പിൻ, അതിൽ പിൻ എന്ന് പറയുന്നതിൽ പി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, പേഴ്സണൽ. പിൻ എന്ന് പറയുന്നത് പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ഇൻ എ ടി എം പിൻ ദ ലെറ്റർ പി സ്റ്റാൻഡ്സ് ഫോർ പേഴ്സണൽ. ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്